GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര റെയിൽവേ ബജറ്റിനെ കോതമംഗലവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അങ്കമാലി ശബരിപാതയുടെ പൂർത്തീകരണത്തിന് സുപ്രധാന ചുവടുവയ്പുണ്ടാകുമെന്ന നിഗമനം. സ്ഥലമേറ്റെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകണമെന്ന് അലൈൻമെന്റിൽ ഉൾപ്പെട്ട സ്ഥല ഉടമകളുടെ ആവശ്യം. കോതമംഗലത്ത് MLA ഫണ്ടിന്റെ വിനിയോഗത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന യൂത്ത് കോൺഗ്രസ്. TU ഗുരുവിളയ്ക്കെതിരെയുള്ള പോരുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതിന് തെളിവുമായി കോതമംഗലത്ത് നിന്നുള്ള ജനറൽ സെക്രട്ടറി രംഗത്ത്. പല്ലാരിമംഗലത്ത് സ്കൂൾ ബസിന് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് ഈസ്റ്റേൺ കമ്പനി ജീവനക്കാരൻ നെല്ലിമറ്റം കന്നപ്പിള്ളിൽ ജോൺസൺ. കോതമംഗലം കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘം ഭരണം വീണ്ടും LDF-ന്. എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള പാനൽ മുഴുവൻ സീറ്റിലും വിജയിച്ചു. വാർത്തകൾ വിശദമായി. NDA സർക്കാരിന്റെ ആദ്യ റെയിൽവേ ബജറ്റിനെ കോതമംഗലവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ചൊവ്വാഴ്ചയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അങ്കമാലി ശബരി റെയിൽപാതയുടെ കാര്യത്തിൽ ആശാവഹമായ ഇടപെടൽ ഉണ്ടായേക്കുമെന്ന പ്രചരണമാണ് കോതമംഗലത്തിനും പ്രതീക്ഷ നൽകുന്നത്. ജോയ്സ് ജോർജ് MPയും BJP നേതാക്കളും ദേശീയപാതയുടെ കാര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് വിശദീകരിച്ചിരുന്നു. നെല്ലിക്കുഴി പഞ്ചായത്തിലൂടെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലൂടെയുമാണ് നിർദ്ദിഷ്ട റെയിൽപാതയുടെ അലൈൻമെന്റ്. റെയിൽപാതയുടെ സ്ഥാപനത്തോടെയുണ്ടാകുന്ന വികസന പ്രതീക്ഷകൾക്കപ്പുറം തങ്ങളുടെ ജീവിത ദുരിതത്തെ ഇല്ലാതാക്കുന്ന തീരുമാനമുണ്ടാകുമെന്ന ആഗ്രഹത്തോടെയാണ് നിരവധി കുടുംബങ്ങൾ റെയിൽവേ ബജറ്റിനെ കാണുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച അലൈൻമെന്റ് കടന്നുപോകുന്ന ഭാഗങ്ങളിലെല്ലാം സ്ഥലവിൽപ്പനയോ പണയം വെക്കലോ നടത്താനാകാതെ വലയുകയാണ് സ്ഥലമുടമകൾ. ഈ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപാടുകളും ഇപ്പോൾ നടത്താനാകില്ല. ഈ സാഹചര്യത്തിൽ റെയിൽപാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിനോ റെയിൽപാത വേണ്ടെന്ന് വെച്ച് സ്ഥലം സ്വതന്ത്രമാക്കുന്നതിനോ തീരുമാനമുണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. കോതമംഗലത്ത് MLA ഫണ്ടിന്റെ വിനിയോഗത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. TU ഗുരുവിള MLAക്കെതിരെയുള്ള നിലപാടിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ ആവശ്യം. കോൺഗ്രസിന് മത്സരിക്കാൻ കേരള കോൺഗ്രസിന്റെ ആവശ്യമില്ലെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പാർലമെന്റ് മണ്ഡലം ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. MLAക്കെതിരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പരസ്യ പ്രതികരണത്തിൽ ഇതുവരെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടിട്ടില്ല. TU ഗുരുവിള MLAക്കെതിരെ യൂത്ത് കോൺഗ്രസ് തുറന്ന പോർമുഖത്തിന് നിയോജക മണ്ഡലം പാർലമെന്റ് മണ്ഡലം ഭാരവാഹികൾ മൂർച്ചകൂട്ടി. MLAക്കെതിരെ നേതാക്കൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. നിയോജക മണ്ഡലത്തിലെ MLA ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേട് നടക്കുന്നുണ്ടെന്നാണ് പുതിയ ആരോപണം. ഇതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതിനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സമീപിക്കും. MLA ഫണ്ട് ഉൾപ്പെടുത്തി പണിത വർക്കുകൾ നടത്തിയ ആ വർക്കെല്ലാം വിജിലൻസ് അന്വേഷണം അതിനുവേണ്ടി ഞങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ സമീപിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ MLA ഫണ്ട് വെച്ച് ഉപയോഗിച്ച് നടത്തിയ വർക്കുകളെല്ലാം വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതിന് തന്റേടമുണ്ടെങ്കിൽ ഇവിടുത്തെ യൂത്ത് ഫണ്ടുകാരെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ MLA നടത്തിയ വർക്കുകൾ വിജിലൻസ് അന്വേഷിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ? TU കുരുവിള മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്ന ആരോപണവും നിയോജക മണ്ഡലം പാർലമെന്റ് മണ്ഡലം ഭാരവാഹികൾ ആവർത്തിച്ചു. ഇതേ ആരോപണങ്ങളുമായി മണ്ഡലം കമ്മിറ്റി MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. കോതമംഗലത്ത് കോൺഗ്രസിന് വിജയിക്കാൻ ചെറിയ പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ സഹായം ആവശ്യമില്ലെന്ന് ഭാരവാഹികൾ അവകാശപ്പെടുന്നു. കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും മര്യാദ പഠിപ്പിക്കാൻ യൂത്ത് ഫ്രണ്ടുകാർ വരേണ്ടതില്ല. ഇത്തരത്തിലുള്ള നടപടിക്ക് ഇത്തരത്തിലുള്ള ഒരു രീതിക്ക് ഒരിക്കലും കോൺഗ്രസും അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനമില്ല. കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസ് ആനയിട്ട് പറയുന്നു. യൂത്ത് കോൺഗ്രസിനെ മര്യാദ പഠിപ്പിക്കണം, കോൺഗ്രസിനെ മര്യാദ പഠിപ്പിക്കണം. യൂത്ത് ഫ്രണ്ടിന്റെ നേതാക്കന്മാർ ആരും വരണ്ട. അതിനകത്ത് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട്, ഞങ്ങൾ മര്യാദ പഠിപ്പിക്കാൻ. ഞങ്ങളുടെ കോൺഗ്രസിന്റെ ആണെങ്കിലും മേൽക്കടങ്ങളിലെ തരത്തിലുള്ള ആളുകളുണ്ട്, അവർ ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ഇതിനകത്ത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. ശക്തമായി ഞങ്ങൾ ഇതിനകത്ത് മുമ്പോട്ട് പോകും. അതിന് MLAക്കെതിരെ സ്വന്തം പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് MLAയും യൂത്ത് ഫ്രണ്ടുകാരും മൗനം പാലിക്കുകയാണ്. ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്താൻ MLA രഹസ്യയോഗം വിളിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടായി പിരിച്ചെടുത്ത 17 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടില്ലെന്നുമുള്ള ബാബു പോളിന്റെ വെളിപ്പെടുത്തലിനും വിശ്വാസയോഗ്യമായ മറുപടി ഉണ്ടായിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് കീച്ചേരി,
പാർലമെന്റ് മണ്ഡലം സെക്രട്ടറിമാരായ ഷൈജൻ ചാക്കോ, KSCB മണ്ഡലം പ്രസിഡന്റ് അനൂപ് പിട്ടൻ എന്നിവർ പങ്കെടുത്തു. ഏകാധിപതിയെ പോലെ MLA ഇവിടുന്ന് കടന്നു പോകുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം, അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റും ഇലക്ഷൻ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനൊക്കെയായിരുന്ന ബാബുപോൾ ഉന്നയിച്ചത്. അതിനൊന്നും അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയം ഉണർത്തുന്ന കാര്യമാണ്. MLAയുടെ നേതൃത്വത്തിൽ DN കുര്യാക്കോസിനെ തോൽപ്പിക്കാൻ വേണ്ടി രഹസ്യ യോഗം കൂടിയെന്നുള്ള ഗൗരവമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ MLAക്കെതിരെ നിരന്തരം പ്രസ്താവനകൾ നടത്തിയിട്ടും കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. കോൺഗ്രസ് നേതാക്കളുടെ മൗന അനുവാദത്തോടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ വിമർശനങ്ങൾ എന്നാണ് അറിയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം സീറ്റിനായുള്ള അവകാശവാദം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും TU കുരുവിളയ്ക്ക് സീറ്റ് നൽകുന്നതിനെ യൂത്ത് കോൺഗ്രസ് എതിർത്തിരുന്നു. MLAയുടെ കോലൻ കത്തിക്കൽ വരെ അരങ്ങേറി. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് ബിജോ മാണി പ്രവർത്തിച്ചുവെന്ന് കോതമംഗലത്തു നിന്നുള്ള ജനറൽ സെക്രട്ടറി ഷാഹിനയുടെ ആരോപണം. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് A ഗ്രൂപ്പുകാരനായ ബിജോ മാണിക്കെതിരെ I ഗ്രൂപ്പുകാരിയായ ജനറൽ സെക്രട്ടറി ആരോപണം ഉന്നയിച്ചത്. കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളോടും മണ്ഡലം പ്രസിഡന്റുമാരോടും ഡീനിന് വോട്ട് ചെയ്യേണ്ടതില്ലെന്ന് ബിജോ നിർദ്ദേശിച്ചുവെന്നായിരുന്നു ഷാഹിനയുടെ ആരോപണം. ഫണ്ട് വിതരണത്തിൽ അപാകതയുണ്ടെന്നും അവർ ആരോപണമുന്നയിച്ചു. ഇക്കാര്യത്തിൽ തെളിവുണ്ടെന്നും ഷാഹിന അവകാശപ്പെട്ടു. ആരോപണത്തെ തുടർന്ന് കമ്മിറ്റി യോഗത്തിൽ ബഹളമുണ്ടായി. യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളുടെ ഇടപെടലിനെ തുടർന്നാണ് ബഹളം ശ്രമിച്ചത്. സ്കൂൾ ബസിന് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. നെല്ലിമറ്റം കുറുങ്കുളം കന്നപ്പള്ളിൽ ജോൺസൺ ആണ് മരിച്ചത്. പല്ലാരിമംഗലം പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വെച്ച് വൈകുന്നേരം 4ഓടെയായിരുന്നു അപകടം. ഇർഷാദിയ സ്കൂളിന്റെ ബസിന് പിന്നിൽ ജോൺസൺ ഓടിച്ചിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. കോതമംഗലത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ജോൺസൺ മരിച്ചു. വണ്ണപ്പുറത്ത് ഈസ്റ്റേൺ കമ്പനിയിലെ ജീവനക്കാരനായ ജോൺസൺ വൈകുന്നേരത്തെ ഷിഫ്റ്റിൽ ജോലിക്ക് കയറാൻ പോകുമ്പോഴാണ് അപകടം. ജോൺസൺ അവിവാഹിതനാണ്. മൃതദേഹം കോതമംഗലത്തെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോതമംഗലം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ LDF പാനലിന് വിജയം. നിലവിലുള്ള പ്രസിഡന്റ് TR സുനിൽ അടക്കം കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള പാനലിലെ എല്ലാവരും വിജയിച്ചു. KP ജയകുമാർ പ്രസിഡന്റ്, PK മധുസൂദനൻ നായർ, TR സുനിൽ, KM റോബർട്ട്, TM എബി, TT ജാൻസി, സിന്ധു K പുരുഷോത്തമൻ, ശാന്തി രാജു, OA സജി എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കോട്ടപ്പടിയിലും ചേലാട്ടിലും ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ കോട്ടപ്പടി ലയൺസ് ക്ലബിന്റെ പ്രഥമ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. താലൂക്കിൽ നിരവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും യോഗം തീരുമാനിച്ചു. ഭാരവാഹികളായി ബെന്നി പോൾ പ്രസിഡന്റ്, എൽദോസ് ഐസക് സെക്രട്ടറി, KE അലക്സ് ട്രഷറർ എന്നിവരെയും ലയൺസ് ക്ലബ് ഭാരവാഹികളായി ഡോക്ടർ ലിസി ജോസ് പ്രസിഡന്റ്, നീതു അനീസ് സെക്രട്ടറി, ഷെറിൻ മനോജ് ട്രഷറർ എന്നിവർ ചുമതലയേറ്റു. യോഗത്തിൽ ബെന്നി പോൾ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബെന്നി മത്തായി മുഖ്യപ്രഭാഷണം നടത്തി. KV മത്തായി, ഡോക്ടർ ജോസഫ് മനോജ്, ടോമി ചെറുകാട്ട്, TR ശ്രീകുമാർ, അനി മനോജ് എന്നിവർ പ്രസംഗിച്ചു. ചേലാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ലേഡീസ് ഹോസ്റ്റൽ തുറക്കാത്തതിനെതിരെ KSU പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. നിർമ്മാണം പൂർത്തിയായി 1 വർഷം കഴിഞ്ഞിട്ടും ഹോസ്റ്റൽ അടഞ്ഞുകിടക്കുകയാണ്. കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് ഇപ്പോൾ താമസിക്കാൻ സൗകര്യം ലഭിക്കുന്നില്ലെന്ന് KSU ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം. 1 വർഷമായും പ്രവർത്തനം പണി പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷവും ലേഡീസ് ഹോസ്റ്റൽ ഇതുവരെ തുറക്കാനായി നമ്മുടെ കോളേജ് അധികൃതർക്ക് വേറെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. അതിനെതിരെയാണ് ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധം ഇന്ന് നമ്മളിവിടെ. ഇതിനെതിരെ ഇനിയും ഈ ഹോസ്റ്റലിന്റെ പണി പൂർത്തിയാക്കുകയും ഇതിലേക്ക് ലേഡീസ് ഹോസ്റ്റൽ പ്രവർത്തനയോഗ്യമാക്കുകയും ചെയ്തില്ലെങ്കിൽ ഇതിലും വലിയ ശക്തമായ സമര പരിപാടികളുമായി KSU മുന്നിലേക്ക് പോവുകയാണെന്ന് അറിയാം. പ്രതിഷേധ പ്രകടനത്തിന് യൂണിറ്റ് ഭാരവാഹികളായ MA പരീത്, സഞ്ജു സെബാസ്റ്റ്യൻ, സോജിത് ഗോപി, AM വിജിത് എന്നിവർ നേതൃത്വം നൽകി. മലയൻകീഴ് കവലയിലെ മുനിസിപ്പൽ വെയിറ്റിംഗ് ഷെഡ് പുനഃസ്ഥാപിക്കണമെന്നും കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കണമെന്നും കോതമംഗലം പൗരസമിതി ആവശ്യപ്പെട്ടു.
ഇവിടെ ഉണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചു കളഞ്ഞിരുന്നു. കവലയിലെത്തുന്ന യാത്രക്കാർക്ക് ഇതുമൂലം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ സമരരംഗത്തിറങ്ങാനും പ്രസിഡന്റ് ജോണി മാറാച്ചേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. യോഗത്തിൽ OP പോൾ, PA പ്രകാശ്, മർക്കോസ് കണ്ടന്താനം, AA കുര്യാക്കോസ്, ജോർജ് എളാമറ്റം, MM മുത്തുകുഞ്ഞ്, സണ്ണി കുറുന്താലത്ത്, വിജയൻ ഊന്നുകൽ, TP മേരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കവളങ്ങാട് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തലക്കോട് മുള്ളിൻങ്ങാട് ജംഗ്ഷനിൽ നീതി സ്റ്റോറും വളം ഡിപ്പോയും തുറന്നു. ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് KB മുഹമ്മദ് നിർവഹിച്ചു. കവളങ്ങാട് പഞ്ചായത്ത് വനിതാ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നെല്ലിമറ്റത്ത് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് യൂണിറ്റ് ആരംഭിച്ചു. ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KI ജേക്കബ് നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. ഏലിയാസ് ജേക്കബ്, റേച്ചൽ ബേബി, റെജീന വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗലം കുട്ടമ്പുഴ കൃഷിഭവനുകളുടെ പരിധിയിൽ കർഷക ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയോ ലൈഫ് സർട്ടിഫിക്കറ്റോ ഈ മാസം 15-നകം കൃഷിഭവനിൽ ഹാജരാക്കിയില്ലെങ്കിൽ തുടർന്ന് പെൻഷൻ ലഭിക്കില്ലെന്ന് കൃഷി ഓഫീസർമാർ അറിയിച്ചു. കാർഷിക വൈദ്യുതി സൗജന്യം ലഭിക്കുന്ന കർഷകർ കരമടക്കിയ രസീത്, കൺസ്യൂമർ കാർഡ് എന്നിവ സഹിതം കൃഷിഭവനിൽ ഹാജരായി അപേക്ഷകൾ പുതുക്കണമെന്നും അറിയിപ്പുണ്ട്. മഞ്ഞൾ കർഷകരും ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ഈ മാസം 15-നകം നൽകണം. ശ്രീരാമവിലാസം ചൗളർ സൊസൈറ്റിയുടെ കോഴിപ്പള്ളി ശാഖ കുടുംബ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു. സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് NK അശോകൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് ഷീബ മേജോ അധ്യക്ഷത വഹിച്ചു. KG പ്രദീപ്, MV ഗോപി, കാർത്യായനി നാരായണൻ, വത്സ സോമൻ, MK രമേശ്, MK ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു. ചരമറിയിപ്പ്. കുത്തുകുഴി പാറങ്കിമാലിൽ ജോസഫ് ദേവസി നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 നെല്ലിമറ്റം സെന്റ് ജോസഫ് പള്ളിയിൽ. പോത്താനിക്കാട് ചെറുകാട്ട് CV ആന്റണിയുടെ ഭാര്യ ത്രേസ്യക്കുട്ടി നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 പൈങ്ങോട്ടൂർ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര റെയിൽവേ ബജറ്റിനെ കോതമംഗലവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അങ്കമാലി ശബരിപാതയുടെ പൂർത്തീകരണത്തിന് സുപ്രധാന ചുവടുവയ്പുണ്ടാകുമെന്ന നിഗമനം. സ്ഥലമേറ്റെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകണമെന്ന് അലൈൻമെന്റിൽ ഉൾപ്പെട്ട സ്ഥല ഉടമകളുടെ ആവശ്യം. കോതമംഗലത്ത് MLA ഫണ്ടിന്റെ വിനിയോഗത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന യൂത്ത് കോൺഗ്രസ്. TU കുരുവിളയ്ക്കെതിരെയുള്ള പോരുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതിന് തെളിവുമായി കോതമംഗലത്ത് നിന്നുള്ള ജനറൽ സെക്രട്ടറി രംഗത്ത്. പല്ലാരിമംഗലത്ത് സ്കൂൾ ബസിന് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് ഈസ്റ്റേൺ കമ്പനി ജീവനക്കാരൻ നെല്ലിമറ്റം കന്നപ്പിള്ളിൽ ജോൺസൺ. കോതമംഗലം കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘം ഭരണം വീണ്ടും LDF-ന്. എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള പാനൽ മുഴുവൻ സീറ്റിലും വിജയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.